എല്ലാവർക്കും ഈ ചിഹ്നം ഉണ്ടായിരുന്നു. എക്സെപ്റ്റ് കോട്ടയത്ത് ഈ ഒരു പ്രദേശത്ത് പാർട്ടികളില്ല. എല്ലാവർക്കും ചിഹ്നം ഉണ്ടായിരുന്നു. ചിഹ്നത്തിൽ മാത്രമല്ലല്ലോ, അതിന് മാത്രമല്ലല്ലോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായി ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ്. അപ്പോൾ അത് കേന്ദ്രത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്? കേന്ദ്രത്തിൽ BJP ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക. വലിയൊരു പ്രചരണം എല്ലാ നാഷണൽ ടി വിയിൽ കൂടെ വന്നല്ലോ. എന്താണ് എക്സിറ്റ് പോളിൽ വരാൻ പോകുന്നത്? 350, 400 സീറ്റുകളാണ് BJP നേടാൻ പോകുന്നത്. അത് വലിയൊരു ഫാൾസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് സെറ്റിംഗ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടത് കേന്ദ്രത്തിൽ BJPയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് അവിടെ നേതൃത്വം കൊടുത്തിരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിയാണ്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓരോ നിയോജകമണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും അത് കേരള സംസ്ഥാനത്തും മണ്ഡലത്തിലും അത് പഠിച്ചിട്ട് എന്താണെന്നുള്ളത് നമുക്ക് BDJs 20% വോട്ട് BDJs കഴിഞ്ഞ തവണ 17% അതിനെ നോക്കണം. അത് തോൽവിക്ക് കാരണമായിട്ടില്ല. അങ്ങനെ നോക്കണം. അല്ല, അത് പരിശോധിക്കണം. അത് ഞങ്ങൾ പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് എങ്ങനെയാണ് അത് BDJസിന് കൂടുതൽ വോട്ടുകൾ ഇടതുപക്ഷ വോട്ടുകൾ പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായി കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് BJP അധികാരത്തിൽ നിറക്കുക എന്നുള്ളതാണ്. അതൊരു ട്രെൻഡാണ്. ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് കോട്ടയത്ത് മാത്രമല്ല, ഈ കേരള സംസ്ഥാനത്തുടനീളം നിങ്ങൾ റിസൾട്ട് കണ്ടതാണല്ലോ. അതും മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ലോക്സഭയിൽ ഒരു ആവർത്തനം എന്ന് തന്നെ കൃത്യമായിട്ട് പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളത്, ആരാണ് ഫസ്റ്റ് പാർട്ടി? ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഫസ്റ്റ് പാർട്ടിയാണല്ലോ സാധാരണ രീതിയിൽ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണം എന്നുള്ള ചിന്ത ജനങ്ങൾക്കുണ്ടാകാം. ഈ ഏതൊക്കെയാലും ഈ ജനവിധി മാനിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ട് ഉള്ള സമയമായില്ലല്ലോ. യെസ്, അതാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ജോസ് കെ മാണി എന്തായാലും കോട്ടയത്തെ സാഹചര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കുമെന്ന് പറയുന്നു. ഒപ്പം സംസ്ഥാനത്ത് ഒരു UDF തരംഗമായിരുന്നു. അത് BJPക്കെതിരായ ഒരു തരംഗമുണ്ടായപ്പോൾ അത് കേരളത്തിൽ കോൺഗ്രസിനൊപ്പം ജനങ്ങൾ നിന്നു എന്നതാണ് ജോസ് കെ മാണി വിലയിരുത്തുന്നത്. ലീഗ് ആസ്ഥാനത്തെ ആഹ്ലാദ പ്രകടനം, വലിയ ചരിത്രപരമായ ഭൂരിപക്ഷമാണ് ലീഗ് നേടിയത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എന്നത് പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, 2.5 ലക്ഷം വോട്ടുകളോളം ETയുടെ ഭൂരിപക്ഷം 2,59,130 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിലേക്ക് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഇത്തവണ എത്തുന്നു. എല്ലാ നെഗറ്റീവ് ഫാക്ടേഴ്സിനെ മറികടന്നുള്ള വലിയ വിജയം ലീഗിന് മലപ്പുറത്ത് സംഭവിക്കുന്നു. ലീഗിൻ്റെ അപ്രമാദിത്യം തുടരുന്നു എന്നതും പ്രധാനപ്പെട്ടത്. അതാണ് സാഹചര്യം. എന്തായാലും ലീഗ് ആസ്ഥാനത്ത് ലീഗ് കേന്ദ്രങ്ങൾ വലിയ ആവേശത്തിലാണ്. കാരണം മലപ്പുറത്തേക്ക് ET മാറിയപ്പോൾ തന്നെ ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാകും. ഏറ്റവും അനുകൂല സാഹചര്യമെന്ന് കരുതിയിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ അവസാന ഇടങ്ങളിൽ ലീഗിന് ആശങ്കയുണ്ടായത് സമസ്ത പോലെയുള്ള ചില നീക്കങ്ങൾ അത് മുസ്ലിം വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ഭയമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. യെസ് 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 502 വോട്ടുകൾക്ക് വി ജോയ് ആറ്റിങ്ങലിൽ ലീഡ് ചെയ്യുന്നു. ലീഡ് നേടുന്നു 502. അതേസമയം തിരുവനന്തപുരത്ത് നേമ വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ പൂർത്തിയായപ്പോൾ 15,000-ലേറെ ലീഡ് ശശി തരൂർ നിലനിർത്തുന്നു. തിരുവനന്തപുരം, നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴാണ് 15,235 വോട്ടുകളുടെ ലീഡ് ശശി തരൂർ നേടുന്നത്. ഏതാണ്ട് തരൂർ വിജയം ഉറപ്പിച്ചു എന്ന് ഈ ഘട്ടങ്ങളിൽ പറയാം. കാരണം ഈ തിരുവനന്തപുരവും വട്ടിയൂർക്കാവും നേമവും ഒക്കെയാണ് BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ. സ്വാഭാവികമായും അത് BJPക്ക് പുറകോട്ടടിക്കുന്നു. ഒപ്പം നേരത്തെ എൽദോ പറഞ്ഞതുപോലെ ഇപ്പോൾ ആറ്റിങ്ങലിൽ വി ജോയ് ലീഡിലേക്ക് 502 വോട്ടുകൾ. നേമവും ആറ്റിങ്ങലും തിരുവനന്തപുരവും ഏറ്റവും അവസാനം വലിയ പോരാട്ടത്തിന് ആറ്റിങ്ങലിന്റെ സസ്പെൻസ് അവസാനിക്കുന്നില്ല. വെറും 502 വോട്ടുകളുടെ ലീഡ് മാത്രമാണ് വി ജോയ്ക്കുള്ളത്. ഇനിയും മാറി പറയാം ഫലം. അങ്ങനെയെങ്കിൽ ജോയുടെ ലീഡ് ഉയർന്നു 1292ലേക്ക്
ബി ജോയുടെ ലീഡ് 1292 ഉയർന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. PCR ടീം ഒന്ന് വി അരുണുമായി നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്താണ് എവിടമാണ് കൗണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അക്കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോവേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്ത് ആശങ്ക അല്ലെങ്കിൽ ആകാംക്ഷ അങ്ങേയറ്റം കൊണ്ടുവരുന്ന ഒരു ഇടമായി ആറ്റിങ്ങൽ മാറുന്നു എന്ന സാഹചര്യമാണ്. തിരുവനന്തപുരത്തെ ചിത്രത്തിൽ 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് തരൂർ മാറിയിട്ടുണ്ട്. പക്ഷേ ഇനിയും മാറ്റ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം സൂചിപ്പിക്കാൻ രഞ്ജിത്ത്, ഇനി എനിക്ക് തോന്നുന്നു കോവളം പാറശാല മണ്ഡലങ്ങളുടെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അത് UDF അനുകൂലമാണ്. പൊതുവിൽ തരൂരിനെ അനുകൂലിച്ചിരുന്ന ഇടങ്ങളാണ്.